ഫെബ്രുവരി മാസവും മലയാള സിനിമ വൻ നഷ്ടത്തിൽ തന്നെയെന്ന് നിർമ്മാതാക്കൾ. 52 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. ഒരു സിനിമയ്ക്ക് പോലും നിർമ്മാണ തുക തിയേറ്ററിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ല. വെറും 10,000 രൂപ മാത്രം നേടിയ ചിത്രങ്ങളുമുണ്ട് ഈ കൂട്ടത്തിൽ. കഴിഞ്ഞ മാസം തിയേറ്ററിൽ ഇറങ്ങിയത് 17 മലയാള സിനിമകൾ. 4 ചിത്രങ്ങൾ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. നിർമ്മാണ ചെലവ് 75 കോടി 24 ലക്ഷം രൂപ. തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചതാകട്ടെ 23.5 കോടി മാത്രം. അതായത് മുടക്കിയ തുകയുടെ 31% മാത്രം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. മുടക്കുമുതലിന്റെ തൊട്ടടുത്തെങ്കിലും എത്തിയത് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രം. 13 കോടി ചെലവിട്ട ചിത്രം ഇതുവരെ 11 കോടി രൂപ നേടി. 1 കോടി 60 ലക്ഷം മുടക്കി നിർമ്മിച്ച ലൗഡേൽ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് ആകെ കിട്ടിയത് 10,000 രൂപ മാത്രം. 1.5 കോടി ചെലവിട്ട് നിർമ്മിച്ച ആത്മസഹോ എന്ന ചിത്രത്തിന് 30,000 രൂപയും അരികെ എന്ന സിനിമയ്ക്ക് 55,000 രൂപയുമാണ് ലഭിച്ചത്. 64 ലക്ഷം രൂപയോളം ചെലവിട്ട ഇഴ എന്ന സിനിമ നേടിയത് 45,000 രൂപ മാത്രം. 5.5 കോടിയോളം ചെലവിട്ട നാരായണീന്റെ 3 ആൺമക്കൾ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 34 ലക്ഷത്തിൽ താഴെ മാത്രം. ഏതാണ്ട് 10 കോടിയോളം ചെലവഴിച്ചാണ് ഗെറ്റ് സെറ്റ് ബേബി നിർമ്മിച്ചത്. കിട്ടിയതാകട്ടെ 1 കോടി 40 ലക്ഷം രൂപ. 8 കോടിയുടെ ബ്രൊമാൻസിന് 4 കോടി കിട്ടി. 3 കോടി 40 ലക്ഷം രൂപ ചെലവിട്ട ചാട്ടുളിക്ക് ലഭിച്ചത് 32 ലക്ഷം. 5 കോടി 12 ലക്ഷം രൂപയിലേറെ ചെലവിട്ട മച്ചാന്റെ മാലാഖയ്ക്ക് 40 ലക്ഷമാണ് ആകെ ലഭിച്ചത്. ജനുവരിയിൽ 101 കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമക്കുണ്ടായത്. ജൂൺ 1 മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിനിമാ സംഘടനകൾ. റിപ്പോർട്ടർ, കൊച്ചി.